മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. അത് ചഞ്ചലമാണ്, അത് ഓടിക്കൊണ്ടേയിരിക്കും. ആദ്യം മനുഷ്യ മനസ്സിൽ കടന്നു വരുന്നത് നെഗറ്റീവ് ചിന്തയാണ്, പോസിറ്റീവ് ചിന്ത കടന്നു വരാറില്ല. യോഗവിദ്യയിലൂടെ ഏറ്റവും പ്രധാനമായി നേടാൻ പറ്റുന്നത് ആത്മീയ ആനന്ദമാണ്. ഒരു ഭക്തിയുടെ തലത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു 100 ശ്ലോകങ്ങളിൽ ടീച്ചറിന് ആ ഒരു ഭക്തിയുടെ തലം ഏറ്റവും അനുഭവേദ്യമായിട്ടുള്ള ശ്ലോകം ഏതായിരിക്കും? ഭക്തിയുടെ തലം ഏറ്റവും ഉൾക്കൊണ്ടിട്ടുള്ള ശ്ലോകമാണ് ഞാൻ നേരത്തെ ചൊല്ലിയത്. മനസ്തേ പാദാബ്ജേ നിവസതൗ എന്ന് പറഞ്ഞ് ഞാനൊരു ശ്ലോകം ചൊല്ലി. അതായത് എൻ്റെ മനസ്സ് അങ്ങയുടെ പാദമാകുന്ന താമരയിൽ സദാ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇരിക്കുകയാണ്. മനസ്സവിടെയും എൻ്റെ കൈകൾ എന്ന് പറയുന്നത് അങ്ങയെ അർച്ചിക്കുന്നതിലും, അതുപോലെ എൻ്റെ കാതുകൾ അങ്ങയുടെ സ്തോത്രങ്ങൾ കേൾക്കുന്നതിനും, എൻ്റെ നാവുകൾ അങ്ങയെ സ്തുതിക്കുന്നതിനും, അതുപോലെ എൻ്റെ ബുദ്ധി അങ്ങയെ സദാ ധ്യാനിക്കുന്നതിലും എല്ലാം ഉൾക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു രീതിയിൽ നാം ഈശ്വരനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും ആ ഈശ്വര മഹിമ നമ്മുടെ ഉള്ളിൽ നിറയും എന്ന് തന്നെയാണ് ശങ്കരാചാര്യ സ്വാമികൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിലെ ഏറ്റവും മനോഹരമായ ഒരു ശ്ലോകമായി എനിക്ക് തോന്നിയത്, ഭക്തി ഉൾക്കൊള്ളുന്ന ഒരു ശ്ലോകമായി എനിക്ക് തോന്നിയത് ആ ശ്ലോകമാണ്. അപ്പോൾ നമ്മൾ ശിവാനന്ദ ലഹരി എന്ന ശീർഷകം എടുക്കുകയാണെങ്കിൽ ആ ശീർഷകത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അത് കൃതിയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? ശിവൻ ഒന്നുമില്ലായ്മയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ശിവൻ ഈ പ്രപഞ്ചം തന്നെയാണ്. എത്രയോ 1000മോ 10,000മോ വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിൻ്റെ ഏതോ ഒരു കൊടുമുടിയിൽ അദ്ദേഹം ഒരു ആദിയോഗിയായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ ആദിയോഗിയിൽ നിന്ന് സപ്തർഷികൾക്കാണ് യോഗവിദ്യ പകർന്നു കിട്ടിയത്. ആ യോഗവിദ്യ പകർന്നു കിട്ടിയിട്ട് അതിലൂടെ ആ യോഗവിദ്യ കാലാകാലങ്ങളായി ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നതിലൂടെ ആ യോഗവിദ്യയിലൂടെ ഏറ്റവും പ്രധാനമായി നേടാൻ പറ്റുന്നത് ആത്മീയ ആനന്ദമാണ്. അതിൽ അഷ്ടാവക്ര സംഹിതയിൽ ഒരു ശ്ലോകമുണ്ട്. യഥൈവാദർശമധ്യസ്ഥേ രൂപേ അന്തഃപരിതസ്തു സഹ തഥൈവാസ്മിൻ ശരീരേ അന്തഃപരമേശ്വര എന്ന. അതായത് എപ്രകാരമാണോ ഒരു കണ്ണാടിയുടെ അകത്തും പുറത്തും കണ്ണാടി മാത്രമായിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തും പരമേശ്വരൻ മാത്രമാണ് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെ ഉള്ളിലും പുറത്തുമുള്ള പരമേശ്വരനെ സാക്ഷാത്കരിക്കുന്നതാണ് ആനന്ദലഹരി, ശിവാനന്ദലഹരി എന്ന് പറയുന്നത്. അതാണ് ഈ തലക്കെട്ടിന്, അല്ലെങ്കിൽ അതിൻ്റെ ആ പേരിന് ഈ കൃതിയുമായുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് വായിക്കുന്ന ആളാണ് ടീച്ചർ. സാംസ്കാരിക വേദികളിൽ സാന്നിധ്യം ഉണ്ട് ടീച്ചറിൻ്റെ. മറ്റ് എഴുത്തുകളെക്കുറിച്ച് ഒക്കെ ഒന്ന് പറയാമോ? ഞാൻ ഈയിടെയായിട്ടൊരു നോവല് മനോരമ ബുക്സിന് കൊടുത്തിരുന്നു. അത് പുസ്തകമാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അവരത് ഓഡിയോ ബുക്കായിട്ട് തന്നു. ആ നോവലിൻ്റെ പേര് ഭാവസ്ഥിരാണി എന്നാണ്. അത് സോളമൻ രാജാവിൻ്റെ കഥയാണ്. സോളമൻ രാജാവിന് മുമ്പ് ദാവീദ് രാജാവ് തൊട്ടുള്ള തലമുറകളുടെ കഥ അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സോളമൻ രാജാവും എഫ്ര എന്ന് പറയുന്ന ഇടയ പെൺകുട്ടിയും തമ്മിലുള്ള പ്രേമമാണ്. അപ്പോൾ അതിലൂടെ ആ ഭാവങ്ങൾ ആത്യന്തികമായി അവസാനം വരെ നിലനിൽക്കും എന്നാണ് ആ കൃതിയിലൂടെ ഞാൻ നൽകിയിരിക്കുന്ന സന്ദേശം. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ഭാവങ്ങൾ ആത്യന്തികമായി ജന്മാന്തരങ്ങളിലും പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നതാണ് ആ കൃതിയുടെ ആത്യന്തികമായ സന്ദേശം. ഞാനിപ്പോൾ ഒരു കൃതി എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അഷ്ടാവക്ര സംഹിതയുടെ വ്യാഖ്യാനം. അഷ്ടാവക്ര സംഹിത എന്ന് പറയുന്നത്, അഷ്ടാവക്രൻ എന്ന് പറയുന്ന മുനി അദ്ദേഹം 8 വളവുകളോടുകൂടി ജനിച്ചു എന്നാണ് പറയുന്നത്. ആ 8 വളവുകൾ നിവർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് സമങ്കാ നദിയിൽ പോയി മുങ്ങുകയും അങ്ങനെ ആ വളവുകളെല്ലാം നിവർന്ന് അദ്ദേഹം സുന്ദരനാവുകയും ചെയ്തു. എന്നിട്ട് ജനക മഹാരാജാവ് ഒരുപാട് ജ്ഞാനഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും അദ്ദേഹത്തിന് യഥാർത്ഥ അറിവ് കിട്ടാത്തത് കൊണ്ട് അഷ്ടാവക്ര മുനിയെ കാണാൻ പോവുകയും അഷ്ടാവക്ര മുനി അദ്ദേഹം
വരുന്നത് കണ്ടിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ ഭാവിച്ചപ്പോഴേക്കും പറഞ്ഞു, ഇല്ല ഇറങ്ങരുത്, അവിടെ തന്നെ നില്ലെന്ന്. അപ്പോൾ ഒരു കാല് പൊക്കിയ നിലയിൽ ആ കുതിരപ്പുറത്ത് തന്നെ അദ്ദേഹത്തിന് കുറേ സമയം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്ന ആ സമയത്ത് തന്നെ അഷ്ടാവക്ര മുനിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ബോധോദയം കിട്ടി. ആ ബോധോദയം കിട്ടിയ ജനക മഹാരാജാവിന് വീണ്ടും ആ ബോധോദയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്ന ഉപദേശങ്ങളാണ് 20 അധ്യായങ്ങളുള്ള അഷ്ടാവക്ര സംഹിത. ഈ വ്യാഖ്യാനത്തിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് ടീച്ചർ പൂന്താനത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കാളിദാസനിലേക്ക് പോകുന്നുണ്ട്, ടാഗോറിലേക്ക് പോകുന്നുണ്ട്. ഇവരെ എല്ലാവരെയും ഇങ്ങനെ ഈ വ്യാഖ്യാനത്തിൽ മനോഹരമായിട്ട് ഘടിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ എങ്ങനെയാണ്? അത് ആ ശ്ലോകത്തിലെ ഓരോ വാക്കുകൾ നമ്മൾ വ്യാഖ്യാനം ചെയ്ത് പോകുമ്പോൾ ഗീതാഞ്ജലിയിലെ ഏതെങ്കിലും ശ്ലോകങ്ങൾ നമുക്ക് ഓർമ്മ, അല്ല ഏതെങ്കിലും ഗീതങ്ങൾ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ അതിവിടെ ചേർത്താൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നലുണ്ടാകും. അപ്പോൾ ഞാനത് ചേർക്കാറുണ്ട്. അതുപോലെ കാളിദാസൻ്റെ ശാകുന്തളവും രഘുവംശവും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ഇവിടെ ചേർത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഈ ഭാഗങ്ങളുമായി സമഞ്ജസമായി യോജിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഞാൻ ഇതുമായിട്ട് ചേർക്കാറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ കഥകളും ചേർക്കാറുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള വ്യാഖ്യാനം അതൊരു അധ്യാപന ജീവിതത്തിൻ്റെയും കൂടെ ഒരു പ്രതിഫലനമായിരിക്കുമല്ലോ. ടീച്ചറിൻ്റെ അത്രയും വർഷത്തെ ആ ഒരു അധ്യാപന വൃത്തിയുടെ കൂടെ ഒരു ഫലമായിരിക്കുമല്ലോ ഇങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ ഒരു ശൈലി. അധ്യാപന ശൈലി തീർച്ചയായിട്ടും എഴുത്തിനെ സ്വാധീനിക്കും. കാരണം ഞാനൊരു അധ്യാപികയായിരിക്കുമ്പോൾ ഏതെല്ലാം ബുക്കുകൾ വായിച്ച് ഈ പഠിപ്പിക്കാനുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ബുക്കുകൾ വായിച്ച് കുട്ടികൾക്ക് അതിന് റെഫറൻസ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ക്ലാസ്സുകൾ ആകർഷകമാക്കാൻ വേണ്ടി പല കഥകൾ ഞാൻ പറയുമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കുറേയും കൂടി സന്തോഷം തോന്നാൻ വേണ്ടി രസിപ്പിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഞാൻ പറയുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ശൈലി എനിക്ക് കിട്ടിയതുകൊണ്ട് അത് എൻ്റെ എഴുത്തിലേക്ക് ഞാൻ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങളും ഞാൻ എപ്പോഴൊക്കെ എനിക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോഴൊക്കെ അതും ഞാൻ പ്രതിഫലിപ്പിക്കാറുണ്ട്, ക്ലാസ്സിലും ഈ എഴുത്തിലും. ശിവ പാർവതി സങ്കല്പം അല്ലെങ്കിൽ അർദ്ധ നാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഗൃഹസ്ഥരെ സംബന്ധിച്ച് വളരെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സങ്കല്പമാണല്ലോ. അപ്പോൾ അത് ഗൃഹസ്ഥർക്ക് വേണ്ടി ടീച്ചറിൻ്റെ വാക്കുകളിൽ അതൊന്ന് വ്യാഖ്യാനിക്കാമോ? അതായത് ഗൃഹസ്ഥാശ്രമികൾ ഏറ്റവും ആദർശമായൊരു സങ്കല്പമായി സ്വീകരിക്കാൻ പറ്റിയതാണ് ശിവപാർവതി സങ്കല്പം. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമുണ്ട്, പരബ്രഹ്മ ചൈതന്യം സൃഷ്ടിക്ക് വേണ്ടി പല കലകളായി പിരിഞ്ഞു എന്നൊരു സങ്കല്പമുണ്ട്. അങ്ങനെ പല കലകളായി പിരിഞ്ഞപ്പോഴേക്കും അതിലെ കുറേ കലകൾ വീതിച്ചു കൊടുത്തു. അതായത് പരബ്രഹ്മ ചൈതന്യം ആദ്യം രണ്ടായിട്ട് പിരിഞ്ഞത് ശിവപാർവതിമാരായിട്ടാണ്. അവരാണ് സൃഷ്ടിക്ക് ശ്രമിക്കുന്നത്. ആ ശിവനും പാർവതിയും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഒന്നായപ്പോൾ മാത്രമാണ് സൃഷ്ടി നടന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, സൗന്ദര്യലഹരിയിലെ 1-ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്, ശിവൻ മാത്രമായിരുന്നാൽ അവിടെ സൃഷ്ടി നടക്കില്ല, ശിവനും പാർവതിയും ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ സൃഷ്ടി നടക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ഒന്നു ചേർന്ന് ഏത് രീതിയിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആദർശസമ്പുഷ്ടമായ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. ഭർത്താവ് ഒരു രീതിയിലും ഭാര്യ മറ്റൊരു രീതിയിലും ആയിരിക്കരുത്. രണ്ടുപേരും ഒരേ മനസ്സും ഒരേ ചിന്താഗതിയും, വിരുദ്ധ ചിന്താഗതികളുള്ളതിനെ പരസ്പരം പറഞ്ഞ് പൊരുത്തപ്പെടുത്തി ഒരേ ചിന്താഗതിയിൽ കൊണ്ടുവരുന്നതിന് ഏറ്റവും പറ്റിയ സങ്കല്പമാണ് അർദ്ധനാരീശ്വര സങ്കല്പം. കാരണം പാർവതി പരമേശ്വരന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്നതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വേദാന്തത്തിലും മറ്റ് സാഹിത്യകൃതികളിലും എല്ലാം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഈ സപ്തർഷികൾക്ക് ശിവഭഗവാന് 112 യോഗാമാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഉടൻ പാർവതി ചോദിച്ചു, എന്തുകൊണ്ട് 112? അതിൽ കൂടുതൽ ഉണ്ടായിക്കൂടാ, ഞാനത് കണ്ടുപിടിച്ച് വരും എന്ന് പറഞ്ഞ് പാർവതി പോയി കുറേ കാലം തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തിട്ട്
ഈ 112 മാർഗങ്ങളിൽ കൂടുതൽ ഒരൊറ്റ മാർഗം പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പരാജിതയായി പാർവതി ദേവി വന്ന് ശിവഭഗവാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള പടിയിലിരുന്നു. അപ്പോൾ ശിവഭഗവാൻ ചോദിച്ചു, പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയോ? പാർവതി ക്ഷമയോടുകൂടി പറഞ്ഞു, ഒരു മാർഗം പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം സമരസപ്പെട്ട് പറഞ്ഞ് തീർത്ത് വീണ്ടും ഒന്നാകുവാനുള്ള ഒരു മനസ്സ് ഭാര്യാഭർത്താക്കന്മാരുണ്ടാകണം. ഈ കാലഘട്ടത്തിൽ എപ്പോഴും കാണുന്നത് ഓരോരുത്തരും അവരവരുടെ ഈഗോയിൽ ഒന്നിച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞതെല്ലാം ശരി, അപ്പുറത്തെ ഭാഗത്തുള്ളതെല്ലാം തെറ്റ്, അതുകൊണ്ട് എൻ്റെ ഭാഗത്തേക്കാണ് വരേണ്ടത് എന്ന രീതിയിൽ ഉള്ള ഒരു രീതി ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെയല്ല, ശിവപാർവതിമാരെ പോലെ പരസ്പരമുള്ള വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് രഞ്ജിപ്പിൽ പോകുന്നതാണ് ഉത്തമ കുടുംബത്തിന് നല്ലത്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ മാത്രമേ നല്ല കുഞ്ഞുങ്ങൾ വളർന്നു വരികയുള്ളൂ. ആ കുഞ്ഞുങ്ങളാണ് ഭാവിയുടെ നമ്മുടെ പ്രതീക്ഷ. ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, സ്തോത്രേണ അലമഹം എന്ന് പറഞ്ഞ് ഇനി സ്തുതിച്ചത് മതി എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. കാരണം മറ്റ് ദേവന്മാരെക്കുറിച്ചെല്ലാം ഞാൻ പറയുമ്പോൾ ധാനാ തുഷസ്തോമവത് എന്ന് ഒരു പ്രയോഗമുണ്ട്. അതായത് ധാന്യം പാറ്റുമ്പോൾ ഉമിയും പതിരും പറന്നു പോകുന്നത് പോലെ മറ്റു ദേവന്മാരെല്ലാം പറന്നു പോവുകയും ശിവഭഗവാൻ മാത്രം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ആ ശിവഭഗവാനിൽ മറ്റെല്ലാ ദൈവിക സങ്കല്പങ്ങളും അടങ്ങുന്നു എന്ന സങ്കല്പമാണ് അവസാനത്തെ ആ സ്തോത്ര ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ശിവനാണ് ഏറ്റവും വലിയ പ്രപഞ്ചം, ശിവനാണ് ശക്തി, ശിവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജ കേന്ദ്രം. നമുക്ക് ആധുനിക സയൻസ് അനുസരിച്ച് ഒരു ഊർജ ക്ഷേത്രമുണ്ടെന്നാണ് പറയുന്നത്. ആ ഊർജ ക്ഷേത്രവും പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവകണവും തമ്മിൽ അഭേദമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ശിവൻ പ്രപഞ്ചം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഊർജക്ഷേത്രം തന്നെയാണ്. ആ ഊർജക്ഷേത്രം പ്രപഞ്ചത്തിലെ ഓരോ ജീവകണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ കൃതി നമുക്ക് തരുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ച് ശിവാനന്ദ ലഹരിയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? ഈ ശിവാനന്ദ ലഹരിയെ ഒരു ആകെ തുകയായിട്ട് പറയുകയാണെങ്കിൽ അതെങ്ങനെ അതിൻ്റെ ഒരു സന്ദേശം ഭക്തർക്ക് നൽകാനായിട്ട് സാധിക്കും? ശിവാനന്ദ ലഹരിയിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയുന്ന ഒരു തത്വമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആരോഗ്യവും സന്തുഷ്ടിയും ഉണ്ടാകുന്നത്. ജീവിതത്തിൽ സന്തുഷ്ടിയും ആരോഗ്യവും ഉണ്ടാകുന്നത്. ആ ആരോഗ്യവും സന്തുഷ്ടിയുമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത്. പിന്നെ നല്ല ജീവിതവും. അതിനാണ് മനുഷ്യൻ, അതോടൊപ്പം തന്നെ ഭക്തിയുടെ ആനന്ദം, ആ ഭക്തിയുടെ ആനന്ദത്തിൽ മനുഷ്യൻ നിറയുക. അങ്ങനെ നിറയുമ്പോൾ അവന് ജീവിതം സൗഖ്യപ്രദമാകും. ഇനി ഒരു സങ്കല്പം കൂടിയുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 112 ചക്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 23 ചക്രങ്ങൾ ഉണർന്നാൽ ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷത്തോടു കൂടിയും എല്ലാ ഐശ്വര്യത്തോടു കൂടിയും ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന കൃതിയിലെ മൊത്തം ഇതിവൃത്തം നാം എടുത്താൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ എങ്ങനെ ജീവിച്ചു മരിക്കാൻ കഴിയും എന്നാണ് ആ കൃതി വ്യക്തമാക്കുന്നത്. അത് ആ ആദ്യത്തെ ഒരു ശ്ലോകം മാത്രം വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മനസ്തേ പാദാബ്ജേ നിവസതു, എൻ്റെ മനസ്സെപ്പോഴും അങ്ങയുടെ പാദങ്ങളിൽ കിടക്കുക. അതായത് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ഭക്തൻ അമ്പലത്തിൽ ആ വിഗ്രഹത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കാറുണ്ട്. അങ്ങനെ പ്രണമിച്ച് കിടക്കുന്നതിന് പകരം ആ പ്രണമിച്ച് കിടക്കുന്ന അവസ്ഥയിലും മനുഷ്യൻ്റെ മനസ്സ് മറ്റു പല വഴിയിലേക്കും ഓടിപ്പോവാറുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. അത് ചഞ്ചലമാണ്, അത് ഓടിക്കൊണ്ടേയിരിക്കും. അതിനെ ഉറപ്പിച്ച് നിർത്തുക, ആ ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നതാണ് ശിവാനന്ദ ലഹരിയുടെ ദൗത്യം. അപ്പോൾ മനസ്സ് എപ്പോഴും അങ്ങയുടെ പാദതാമരയിൽ നിവസിക്കണം. അതാണ് മനസ്തേ പാദാബ്ജേ നിവസതോ. പിന്നെ
വചസ്തോത്രഫണിതവും, വചസ് അല്ലെങ്കിൽ വാക്കുകൾ അങ്ങയുടെ സ്തോത്രങ്ങൾ സദാ ജപിക്കുന്നതിന് ഉപകരിക്കുന്നതാകണം. ഉദാഹരണത്തിന് നാം എന്ത് ജോലി ചെയ്യുമ്പോഴും ഓം എന്ന മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. അതായത് ഈ ഓം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുണ്ടായ ആദി ശബ്ദമാണ്. ആ ഓം എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള സകല ചരാചരങ്ങളിലും മുഴങ്ങുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും മുഴങ്ങുന്നത്. നാം രണ്ട് ചെവിയും അടച്ചു പിടിച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഉള്ളിലൊരു ശബ്ദം മുഴങ്ങുന്നതായി നമുക്ക് തോന്നും. അത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഓം ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഏത് പ്രവൃത്തികൾ നാം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഓം എന്ന ശബ്ദം മുഴങ്ങുന്ന രീതിയിൽ നാം ആ ശബ്ദത്തെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകും. അതാണ് ആ കരൗച സ്തോത്രഫണിതൗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ ധ്യാനം ഒക്കെ ചെയ്യാറുണ്ട്, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എങ്ങനെയാണ് ടീച്ചർ, അത് ടീച്ചറിന്റെ ലൈഫിൽ വേറൊന്നും ചെയ്യണ്ട. കസേരയിൽ നട്ടെല്ലും മുതുകും നിവർത്തിയിരുന്നിട്ട് കണ്ണടയ്ക്കുകയോ കണ്ണ് തുറന്നിരിക്കുകയോ എങ്ങനെയായാലും ആകാം, നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് കയറുമ്പോൾ ഓരോ പടികളും കടന്നത് താഴേക്ക് പോകുന്നത് ശ്രദ്ധിക്കാം, പിന്നീട് അത് വെളിയിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കാം. ഇനി അത്രയും വരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മൂക്കിൻ്റെ അതിരിൽ വെച്ച ശ്വാസം ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും നമുക്കറിയാൻ കഴിയും. മറ്റ് യാതൊരു ചിന്തകളും ആ സമയത്ത് വരാൻ പാടില്ല. ചിന്തകൾ കടന്നു വരുമ്പോൾ നാം അതിൽ തന്മയീഭവിക്കുന്ന ഒരു രീതിയുണ്ട്. ഏതെങ്കിലും ഒരു ചിന്ത കടന്നു വന്നാൽ അയ്യോ ഞാനത് അന്നേരം അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന ചിന്തകൾ. മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആദ്യം മനുഷ്യ മനസ്സിൽ കടന്നു വരുന്നത് നെഗറ്റീവ് ചിന്തയാണ്. പോസിറ്റീവ് ചിന്ത കടന്നു വരാറില്ല. പോസിറ്റീവ് ചിന്ത പിന്നെ നമ്മൾ വളരെ ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതാണ്. ആദ്യം കടന്നു വരുന്നത് നെഗറ്റീവ് ചിന്തയായിരിക്കും, അല്ലെങ്കിൽ അരുതാത്ത ചിന്തകളായിരിക്കും. അങ്ങനെ ചിന്തകൾ കടന്നു വരുമ്പോൾ നാം അതിൽ തന്മയീഭവിക്കാതിരിക്കുക. ആ തന്മയീഭവിക്കാതെ ആ ചിന്തകളെ നാം നോക്കിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ശീലിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ കുറേശ്ശെയായിട്ട് മനസ്സിൻ്റെ ആ ചഞ്ചലത അടങ്ങുകയും ആവശ്യമുള്ളപ്പോൾ മാത്രം മനസ്സ് പ്രവർത്തിക്കുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഞാനിവിടെ ഒരു കഥ പറയാം. അതായത് ഒരിക്കലൊരു മനുഷ്യൻ നടന്ന് ദേവലോകത്തെത്തി. അങ്ങനെ ദേവലോകത്തെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് വലിയ ക്ഷീണം തോന്നി. നടന്നതുകൊണ്ട് ഒരു മരത്തിൽ അദ്ദേഹം ചാരിയിരുന്ന് കുറേ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് നന്നായിട്ട് ക്ഷീണം മാറിയപ്പോൾ, കാറ്റൊക്കെ കൊണ്ടപ്പോൾ ക്ഷീണം മാറിയപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, അല്പം ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വന്നു. അദ്ദേഹം ആ ഭക്ഷണം കഴിച്ച് സംതൃപ്തനായി. ഉടനെ ചിന്തിച്ചു ഇനിയൊന്ന് സുഖമായിട്ട് ഉറങ്ങണം. ആ മരത്തിൽ ചാരിയിരുന്നു. കുറേ സമയം അദ്ദേഹം ഉറങ്ങി. കണ്ണു തുറന്നപ്പോഴേക്കും സന്ധ്യയായിരുന്നു. ആകപ്പാടെ വിജനമായ പ്രദേശം. അദ്ദേഹത്തിന് ഭീതി തോന്നി. വല്ല ദുർഭൂതങ്ങളും വന്നെന്നെ ആക്രമിക്കുമോ? ഈ വിജനതയിലും ഈ ഏകാന്തതയിലും എന്നെ വല്ല ദുർഭൂതങ്ങളും വന്ന് ആക്രമിക്കുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഉടൻ തന്നെ ദുർഭൂതങ്ങൾ വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു എന്നാണ് കഥ പറയുന്നത്. അതായത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഈ ചിന്തകൾക്ക് തുല്യമാണ്. മനസ്സെന്ന് പറയുന്നത് കൽപ്പവൃക്ഷമാണ്. ഞാനൊരു സെൻറ്റൻസ് പറയാൻ വിട്ടുപോയി. അതായത് ആ വ്യക്തി കഷ്ടകാലത്തിന് ചാരിയിരുന്നത് ദേവലോകത്തിലെ കൽപ്പവൃക്ഷത്തിലായിരുന്നു. മനസ്സ് കൽപ്പവൃക്ഷം പോലെയാണ്. നാം എന്ത് ചിന്തിക്കുന്നു അത് ആ രീതിയിൽ പ്രവർത്തിക്കുവാൻ മനസ്സിന് കഴിയും. അതുകൊണ്ട് മനസ്സിനെ സത്ചിന്തകളിലേക്ക് കൊണ്ടുവരിക, നല്ല പ്രവൃത്തികളിലേക്ക് ചിന്തിപ്പിക്കുക. ഈ രീതി ശീലിപ്പിച്ചാൽ മനസ്സിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. സദാ ചിന്ത കൊണ്ട് ഓടുന്ന മനസ്സിനെ നിയന്ത്രിച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം മനസ്സ് പ്രവർത്തിക്കുകയും അല്ലാത്തപ്പോൾ മനസ്സ് ഏകാഗ്രമായിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ അതിന് വിവേകാനന്ദ സ്വാമികൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, മനസ്സിനെ എടുത്ത് പുറത്തിടുക. അത് പ്രാപഞ്ചിക മനസ്സുമായി സദാ ചേർന്നിരിക്കണം. ആവശ്യമുള്ളപ്പോൾ മാത്രം അതിനെ നമ്മൾ ഉപയോഗിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ശീലിച്ചാൽ
നമുക്ക് കുറേയൊക്കെ ഊർജത്തോടു കൂടി ഇരിക്കാൻ കഴിയും, ശരീരാരോഗ്യം സന്തുഷ്ടമാക്കാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. കാരണം ഓരോ വ്യക്തിക്കും ഓരോ നിയോഗമുണ്ട്. ആ നിയോഗമനുസരിച്ച് ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ശിവാനന്ദ ലഹരിയിൽ 100 ശ്ലോകങ്ങളുള്ളതിൽ ടീച്ചറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാണ്? സർവാലങ്കാരയുക്താം സരളപദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭി സംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണാഠ്യാം ഉദ്യത്ഭൂഷാവിശേഷാം ഉപഗതവിനയാം ദ്യോതമാനാർത്ഥരേഖാം കല്യാണീം ദേവഗൗരീപ്രിയ മമ കവിതാ കന്യകാം ത്വം ഗൃഹാണ എന്ന ശ്ലോകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ശങ്കരാചാര്യസ്വാമികൾ ഈ സ്തോത്ര ശ്ലോകങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ശിവഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. ആ കാൽക്കൽ സമർപ്പിക്കുന്നു എന്നതിലെ ഭക്തിയോടൊപ്പം തന്നെ അതിൽ ഒരു വിവാഹാലോചനയുടെ, ഒരു പെണ്ണുകാണൽ ചടങ്ങിൻ്റെ സന്ദർഭം കൂടി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൽ നല്ലൊരു അലങ്കാരമുണ്ട്, സമാസോക്തി എന്ന് പറയുന്ന അലങ്കാരമാണ്. കാരണം ഒരേ സമയം ഒരു സ്ത്രീയുടെ പക്ഷത്തു നിന്നും നമുക്കത് ചിന്തിക്കാൻ പറ്റും, ഒരു നല്ല കവിതയുടെ ഭാഗത്തു നിന്നും അത് ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ സമാസോക്തി എന്ന് പറയുന്ന നല്ലൊരു അലങ്കാരം അതിൽ നിബന്ധിച്ചിട്ടുമുണ്ട്. അങ്ങനെ കാവ്യഭംഗി തുളുമ്പുന്നതും ഭക്തി നിറഞ്ഞതുമായ ഒരു ശ്ലോകമാണത്. അതായത്, O traveler, why do you go to the river to quench your thirst, since the river itself is a thirst with a thirst that shall never be quenched. ചതോപാധ്യായ എന്ന് പറയുന്ന കവിയുടെ വരികളാണത്. അതായത്, അല്ലയോ യാത്രക്കാരാ, ഈ നദി തന്നെ ഒരു ദാഹമായിരിക്കെ നിന്റെ ദാഹം തീർക്കാൻ നീ എന്തിനാണ് ഈ നദിയുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ശിവാനന്ദ ലഹരി തന്നെ ഈ പ്രപഞ്ചമായിരിക്കെ, അല്ലെങ്കിൽ ശിവൻ തന്നെ ഈ പ്രപഞ്ചമായിരിക്കെ, ഒരു ആനന്ദലഹരി അന്വേഷിച്ച് ഈ ഗ്രന്ഥത്തിലേക്ക് പോകുന്നതിനപ്പുറം ആനന്ദലഹരി, ശിവാനന്ദലഹരി എന്ന സ്തോത്ര കാവ്യങ്ങളിലൂടെ നാം ചെന്നെത്തേണ്ടത് ശിവത്വത്തിലാണ്, അല്ലെങ്കിൽ ആത്മീയമായ ആനന്ദത്തിലാണ് എന്നാണ് ഈ കൃതി നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചതിനും അതുപോലെ തന്നെ ശിവാനന്ദ ലഹരിയെ ഇത്രയും വിശാലമായിട്ട് പറഞ്ഞു തന്നതിനും എല്ലാം ടീച്ചറിന് വളരെ വളരെ നന്ദി.